പറയാനുള്ളത് പറഞ്ഞിട്ട് കൊണ്ട് വരാനുള്ളത് ഞാൻ ഇത്ര ലാഗടിപ്പിക്കുന്ന എന്തിനാണാവോ. മാഷ്മാരിപ്പോ ടെൻഷൻ മരിക്കുമല്ലോ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവളെന്താ ഒളിഞ്ഞു നോക്കണേ? എന്താ അവിടെ? ഒന്നുമില്ലാതെയാണ് നീ അവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വരൂല. നീ വിളിച്ചാ പ്രത്യേകിച്ചും വരൂല. സോറി, അറിയാതെ ടച്ചായി പോയതാ. ആവർത്തിക്കില്ല. ഇനി ആവർത്തിക്കരുത്. ഇനി എന്നെ ഇവിടെ പിടിച്ചോണ്ടുള്ള കാര്യം പറ. എന്തോന്നും പറയാനില്ലേ? അല്ല, പറയാനുണ്ട്. എന്താണ് പറ. ഈ ഓഫീസിലത്തെ കാലാവസ്ഥയെ പറ്റി ചോമിക്ക് നന്നായി അറിയാലോ, ഞാൻ പറയാതെ തന്നെ. എന്താണ് ഇവിടെ മഴ പെയ്യുന്നുണ്ടോ? നോ, ഞാൻ ഫണ്ണി അല്ല, ഞാൻ ടെററാണ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടേ. വാട്ടെവർ, ഞാൻ ഉദ്ദേശിച്ച ഇവിടുത്തെ മൊത്തം സെറ്റപ്പിൽ കുറച്ച് മാറ്റം വരുത്താണ്ട്. ചോമി ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ? അത് ഞാൻ കുറെ നാളായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കൺഫ്യൂഷൻ എവിടെ നിന്ന് നമ്മൾ മാറ്റി തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരേ വഴി കൂടെയാണ്. ഒരിക്കലും ഇല്ല. ഒരിക്കലും ഒരു കാലത്തും നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കൂല. കാരണം ഞാൻ എവിടുന്നെങ്കിലും ഒരു ചേഞ്ച് ഇവിടെ വരുത്തുന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് കളയാൻ പോണം നിന്നെയാണ്. എടി, നീ എന്ത് ചെയ്താലും കുഴപ്പമാണ് ഇവിടെ. ഞാൻ എന്ത് ചെയ്തിട്ട് ഇവിടെ കുഴപ്പമാക്കിയ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ല, പറ, കേക്കട്ടെ. എന്താ പ്രശ്നം അറിയണോ? ഞാൻ പറയണോ? ഞാൻ പറഞ്ഞാലും നിനക്കറിയാമോ? ശബ്ദം എങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതിരിക്കും? എങ്ങനെ ശബ്ദം ഉണ്ടാക്കാതിരിക്കും? അങ്ങനത്തെ പെർഫോമൻസ് അല്ലേ ഇവിടെ ഓരോരുത്തർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് പെർഫോം ചെയ്തു നീ പറയുന്നേ? ഒന്നും അറിഞ്ഞൂടല്ലേ? ഞാൻ പറഞ്ഞാലേ നിനക്കറിയാവോ? അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല. കലപില കുറെ നേരമായാലും രണ്ടുപേരും ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. നിങ്ങൾ രണ്ടുപേരും സൗണ്ട് അങ്ങ് അപ്പുറം കേൾക്കാലോ. എപ്പുറം വരെ? ആ മേരി മേഡത്തിന്റെ ക്യാമ്പ് വരെ. മേഡം അങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ ഇവിടെ എന്താ പ്രശ്നം പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് പറഞ്ഞോട്ടെ. അവരോട് പോയി പറ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പട്ടി പോയി പറയും ജോമി. ഒന്നാമത് ഞാനിവിടെ തമ്മിൽ ചേരില്ല നിനക്ക് അറിയാലോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരല്ലേ നോക്കണം വിചാരിച്ച് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകണം. അല്ലാതെ അവരുടെ അടുത്ത് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എടാ, നീ നമ്മളെ വീട്ടിൽ ജോലിക്ക് വന്ന് തുടങ്ങിയ ശേഷമല്ലേ അവരെ കാണാൻ തുടങ്ങിയത്? ഞാൻ ജനിച്ചെന്റെ അന്ന് തൊട്ട് കാണുകയാണ്. അപ്പൊ നിനക്ക് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും അവരെ പറ്റി ആലോചിക്കുമ്പോ? എന്റെ പൊന്നു ജോമി, എല്ലാം എനിക്ക് മനസ്സിലാവും. എന്തായാലും അവർ വിളിപ്പിച്ചല്ലേ, നീ അവിടെ വരെ ഒന്ന് പോയേച്ചോ. അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് ചുമ്മാ ഓരോ ഷോ ഇറക്കും. അത് കാണേണ്ട ആവശ്യമുണ്ടോ? എന്തിന്? ഇവിടെ ആൾറെഡി വേറെ ഷോ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. എന്തായാലും ജോമി മാഡത്തിനെ കണ്ടിട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അയ്യേടി, എന്തൊരു പ്ലാൻ! അവര് വിളിപ്പിച്ചത് ഇവിടെ എന്താണ് സംസാരിച്ചെന്ന് അറിയാനാണ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചെവരനെ നോക്കിയല്ലേ സംസാരിച്ചേ. നീയും ഞാനും ഇവിടെ സംസാരിച്ചത്. അപ്പൊ നീയും ഞാനും പോവും. ഞാനൊന്നില്ല. നീ വരും, നിന്നെ കൊണ്ടേ ഞാൻ പോവും. അതെങ്ങനെ ശരിയാവൂ ജോമി? അതങ്ങനെ ശരിയാവും. ആകെ മൊത്തം അലമ്പായത്. എന്റെ പൊന്നു മിനും നീയും കൂടെ ഒന്ന് വാ. എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചെന്ന് അവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് വരാം. ഇല്ലെങ്കിൽ അവര് നിന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തി അവരെ വായിലേക്കത് കേൾക്കേണ്ടി വേണോ? എന്ത് കഷ്ടം. അല്ല, ടോമി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തോന്ന് പറയാൻ? എന്റെ പൊന്നു ടോമി, ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പുറത്ത് ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലും അറിയില്ല. പക്ഷേ നിനക്ക് വയ്യേ എന്തോ ഞെട്ടിക്കാനുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞില്ല. നീ എന്നെ ഇവിടെ ഇത്ര നേരം പിടിച്ചെടുത്തത് ഒരു മീറ്റിംഗിന് പോകാനുള്ള സമയം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്റെ കളിപ്പോയാ ഞാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ. ടോമി സാറിന്റെ മീറ്റിംഗ് മുടക്കിയിട്ട് ഇപ്പൊ എനിക്കെന്തോ കിട്ടാൻ? നിനക്ക് ഗുണ്ട കിട്ടാൻ നിനക്കിപ്പോ വല്ല പറയാനുണ്ടോ? ഉണ്ടോ? പറയാനൊക്കെ ഉണ്ട്. അത് പിന്നെ എന്ത് പിന്നെ? അത് ഏത്? അയ്യോ, കാണാനില്ല. ആരെ? അത് പിന്നെ ഈ പെണ്ണിന് വയ്യ. ഇനി ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്, നിനക്ക് വല്ല പറയാനുണ്ടോ? ഇല്ലല്ലോ. എവളെയൊക്കെ ജോലിക്കരുത് എന്നെ പറയണം വേടല പെണ്ണ്. എന്നാൽ ഇവളിതെങ്ങോട്ട് പോയി? ചേട്ടാ, ഒറ്റ അക്ഷരം മിണ്ടി പോരുത്. ജോലി ചെയ്യേണ്ടുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ലൂസ് സ്റ്റോക്ക് പാടില്ലെന്ന് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന അനുസരിച്ച് നിൽക്കാൻ വരാത്തവരൊക്കെ ഇറങ്ങി പൊക്കോണോടുന്നു. എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഒരു വിഷയവുമില്ല. അപ്പൊ പിന്നെ കൂടുതൽ ചോദ്യം ചോദിക്കും. എന്നെ എന്തിനാണ് വിളിച്ചെന്റെ ഈ സമയം? നിനക്ക് മാത്രല്ലേ ഉള്ളൂ ഇവിടെ സമയവും കാലവും ഒക്കെ. ബാക്കിയുള്ളവരുടെ സമയത്തിനൊന്നും ഒരു വിലയില്ലല്ലോ. നീയൊക്കെ കൂടെ ഈ ഓഫീസ് കുട്ടിച്ചോരാക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്നിട നീ കഷ്ടപ്പെടേണ്ടിയൊക്കെ വരുന്നത്. നന്ദി കാണിച്ചില്ലേലും വേണ്ടിയില്ലായിരുന്നു. നന്ദികേട് കാണിക്കാതിരുന്നാ മതി. അതെന്താ വേണം അങ്ങനെ നടത്താൻ? അല്ല, ഞങ്ങൾ എന്ത് നന്ദിയോട് കാണിച്ചത് മേഡം പറയണത്? അതെ, ഞങ്ങളുടെ വീട്ടിലെ ചോറും കഴിച്ച് കിടക്കുന്നവനെ എന്റെ അടുത്ത് ശബ്ദം ഉയർത്താൻ വരരുത്. അതെ, ശബ്ദം പറഞ്ഞ എന്താ പ്രശ്നം? മേഡം, അടിമകളെ പോലെ നിൽക്കുന്ന കാലൊക്കെ കഴിഞ്ഞു. പ്രതികരിക്കേണ്ട സാഹചര്യം വന്നാലേ ഞങ്ങൾ പ്രതികരിക്കും. പ്രതികരിക്കുന്നതൊക്കെ വേറെ എവിടെങ്കിലും പോയി ആയിക്കോണം. എന്റെ ഓഫീസിനകത്ത് അത് നടക്കത്തില്ല. എങ്ങനെ? ഇത് ഞാൻ ടോമിയും കൂടെ ഉണ്ടാക്കിയ ഓഫീസാണ് മാമി. ഇവിടെ വലിഞ്ഞു കയറി വന്നത് നിങ്ങളാണ്. അച്ഛന്റെ പെങ്ങളായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ നടക്കില്ലാത്തത്. അതൊരു ഔദാര്യം കണ്ടാ മതി കേട്ടോ. അയ്യോ,
നീയും ടോമിയും കൂടെ ഉണ്ടാക്കിയ ഈ ഓഫീസിലെ പൈസ കൊടുത്തത് ആരാ? നീയൊക്കെ കൂടെ വേറെ എവിടെങ്കിലും പോയി ജോലിയൊക്കെ ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവന്ന് ചെയ്തതാണോ ഇത്? അല്ല ഇങ്ങനെയൊക്കെ പറയാം, നിങ്ങൾക്ക് എന്താ യോഗ്യത? നാട്ടില് കുറെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലിക്കാരെ നിങ്ങൾ ചിലപ്പോ അടിമകളെ പോലെ ഇരിക്കാണ്. അല്ല ഇവര് പറഞ്ഞിട്ട് തോന്നി ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എസ്റ്റേറ്റ് ആണ്, കുടുംബ സ്വന്തമായിട്ട് കിട്ടിയതല്ലേ എന്നും പറഞ്ഞ് ജോബിയുടെ നെഞ്ചത്തേക്ക് കേറിയല്ലോ. ജോബേ സാർ, നമുക്ക് വേറെ കുറെ പണികളൊക്കെ ചെയ്യണ്ട്. ആ ലാസർ ജോമിയുടെ മുമ്പിൽ വെറുതെ ഷൈൻ ചെയ്യാൻ പറഞ്ഞതാണോ അത് എനിക്കിട്ട് ശരിക്ക് വെച്ചതാണോ? എനിക്കിട്ട് വെച്ചതാണെങ്കിൽ നിനക്ക് ഉണ്ടടാ, എന്റെ ചീട്ട് ഞാൻ വീഴും.